അങ്ങനെ ഒരു മാർച്ച് മാസം ഒരു വനിതാ ദിനം കൂടി എത്തിച്ചേർന്നു അല്ലെ. ഈ വനിതാ ദിനത്തിൽ എന്തായാലും ഞാൻ എന്നെ തന്നെ ആദരിക്കാം എന്നങ്ങ് കരുതുകയാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, എന്നിലെ ഞാൻ ഇത്രയും സ്ട്രോങ് ആണ് എന്ന തിരിച്ചറിവ് കൊണ്ടൊക്കെയാണ്. ഒരു 9 വർഷം മുൻപ് എൻ്റെ കരിയറിന്റെ ഗ്രാഫ് വേറെ എവിടെയോ എത്തേണ്ട ഒരു സമയത്താണ് അലർജിയുടെ രൂപത്തിൽ ഒരു തിരിച്ചടി എൻ്റെ ലൈഫിൽ ഉണ്ടായത്. ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു എങ്കിലും ഒരു തിരിച്ചറിവിന്റെ കൂടി കാലഘട്ടമായിരുന്നു അത്. നമുക്ക് ചുറ്റും നിൽക്കുന്നത് വെളുത്ത് കാണുന്നതൊക്കെ പാലല്ല എന്ന തിരിച്ചറിവ്, നമ്മൾ അത്രയും വീക്കല്ല എന്ന തിരിച്ചറിവ്, മാത്രമല്ല ഒരു സ്ത്രീക്കും പുരുഷനും ഒരേ ബുദ്ധിമുട്ടുണ്ടായാൽ ഇവരെ നമ്മുടെ സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ് എന്ന തിരിച്ചറിവ്. അപ്പൊ ഇവിടെയൊക്കെ എനിക്ക് സപ്പോർട്ടായി എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് സ്ഥലത്ത് ഞാനിങ്ങനെ നോക്കി ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമോ നമുക്കൊന്ന് ചെന്ന് സംസാരിക്കാൻ. പക്ഷെ ഞാൻ കണ്ടില്ല, മേ ബി ഞാൻ കാണാഞ്ഞിട്ടായിരിക്കാം. അപ്പൊ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ വിചാരിച്ചു നമുക്കൊരു കൂട്ടായ്മ, ഫുഡ് അലർജി ഉള്ളവർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ. അതാണ് എലിസിഡോ സേഫ് പ്ലേറ്റ് കേരള എന്ന ഗ്രൂപ്പ്. അവിടെ നമ്മൾ ഒരു തരത്തിലുള്ള മെഡിസിനും പറയുന്നില്ല, ഒരു പ്രൊമോഷൻ വീഡിയോസും ചെയ്യുന്നില്ല. പകരം എന്താണ് ഓരോരുത്തർ അനുഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഓരോരുത്തർക്ക് അനുഭവപ്പെടുന്നത്, എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഉപയോഗിക്കാം, സേഫായി എങ്ങനെ ജേണി നമുക്ക് നടത്താം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇതൊന്നൊരു പ്രശ്നമാവാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്ന കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കാൻ ഒരിടം. ചെറിയൊരു സൈക്കോളജിയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് എത്തിച്ചു വെക്കും അവിടെ കറണ്ട് ഉണ്ടോ എന്നറിയാൻ. അവിടെ കറണ്ടോ ഇല്ല, അവരുടെ ടാങ്കിൽ വെള്ളമോ ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയായി, കാരണം അവിടെ നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നമുണ്ട്. അത്രേ ഉള്ളൂ. നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളവരെ കാണുമ്പോൾ നമ്മളൊന്ന് കാമാവും. അപ്പൊ നമ്മൾ നമ്മുടെ അലർജിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകേണ്ടവരല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിൽ മാത്രമല്ല, നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടി ഇത്തരം കൂട്ടായ്മകൾ നമുക്ക് നൽകുകയാണ്. ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്മുടെ ലിങ്ക് ഞാൻ ആദ്യത്തെ കമന്റായി പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം എലുസിഡോ സേഫ് പ്ലേറ്റ് കേരള എന്ന നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. ഫുഡ് അലർജി അനുഭവിക്കുന്നവരും അത്തരം കുട്ടികളുടെ പാരൻസിനും മോസ്റ്റ് വെൽക്കം. താങ്ക് യു.